മിശിഹായിൽ അനുഗ്രഹീതരായ ഇവരെ ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. അവർ പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. ഈശോനാഥൻ പഠിപ്പിക്കുമ്പോ ജനം പറയാണ്, ഞങ്ങളുടെ പിതാവ് അബ്രാഹം. അഭിമാനത്തോടുകൂടെ അവർ പറയുകയാണ്. എന്നാൽ ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളായിരുന്നെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. അബ്രാഹത്തിന്റെ പ്രവൃത്തി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രവർത്തികൾ പ്രധാനപ്പെട്ടതാണ്. അബ്രാഹത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു? ദൈവം പറഞ്ഞ വഴിയിലൂടെ അവൻ പോയി. ദൈവം പറഞ്ഞതേ അവൻ ചെയ്തുള്ളൂ. ആഴത്തിൽ വിശ്വസിച്ചു. ഇതാണ് അബ്രാഹത്തിന്റെ പ്രവൃത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏക പ്രവൃത്തി എന്താ? ദൈവം പറയുന്നത് അനുസരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇതാണ് നമ്മുടെ പ്രവൃത്തി. ഈ പ്രവൃത്തി നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളായിത്തീരും. ദൈവത്താൽ കുറ്റപ്പെടുത്തപ്പെടാത്തവരായിട്ട് നമ്മൾ മാറും. ദൈവത്താൽ കുറ്റപ്പെടുത്തപ്പെടാത്ത ഒരു ജീവിതം നമുക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവിന്റെ അരികിലേക്ക് ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ അവരോട് പറയാണ് പ്രവൃത്തി ശരിയാക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാ, ദൈവത്തിന്റെ മക്കളെന്ന് നമ്മൾ അഭിമാനിക്കുന്നവരാ. ഒരു ക്രിസ്ത്യാനിയുടേതായ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ അനുയായിയാണ്. ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പ്രവർത്തികളുണ്ടോ? ക്രിസ്തുവിന്റെ മകനാണ്, മകളാണെന്ന് നീ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ പ്രവർത്തികൾ നിന്നിൽ ഉണ്ടാവണം. ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്താ? കാരുണ്യമാ, സ്നേഹമാ, ദയയാ, നന്മയാ, വിശുദ്ധിയാ. ഇത് നിന്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ ക്രിസ്തുവിന്റെ മകനാ. ഇല്ലെങ്കിലോ നീ ക്രിസ്തുവിനാൽ കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെ പ്രവർത്തികളെ നമുക്ക് പരിശോധിക്കാം. ഈശോയുടെ മുമ്പിലേക്ക് പ്രാർത്ഥനകളും നിയോഗങ്ങളുമായിട്ട് ചെല്ലുന്നതിന് മുമ്പ് നമ്മളൊക്കെ നമ്മളെ പ്രവർത്തികളെ പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവെ അങ്ങയുടെ മകനാണ്, മകളാണെന്ന് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിന്റെ പ്രവർത്തികളെ ഞാൻ പരിശോധിക്കണം. നമ്മളൊക്കെ എല്ലാ ദിവസവും ദൈവത്തിന് മുമ്പിലേക്ക് എന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? നിന്റെ മകനാ, മകളാ ഞാനെന്ന് വിളിച്ച് പറയുന്നില്ലേ? അനുഗ്രഹിക്കണമെന്ന് വിളിച്ച് അപേക്ഷിക്കുന്നില്ലേ? അപ്പന്റെ അവകാശം മകനായ മകളായ എനിക്ക് തരണമെന്ന് പറയാറില്ലേ? യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മകനാണ്, മകളാണെന്ന് ഞാൻ വിളിച്ച് പറയുന്നതിന് മുമ്പ് ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്നിൽ ഉണ്ടായിരിക്കണം. എങ്കിലേ ഞാൻ ക്രിസ്തുവിന്റെ മകനും മകളും ആകുകയുള്ളൂവെന്ന ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രവൃത്തി, കാരുണ്യത്തിന്റെ പ്രവൃത്തി, സ്നേഹത്തിന്റെ പ്രവൃത്തി, നന്മയുടെ പ്രവൃത്തി, പ്രാർത്ഥനയുടെ പ്രവൃത്തി, വിശുദ്ധിയുടെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ പ്രവൃത്തി, ഇത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്തിട്ട് നീ ദൈവത്തിന് മുമ്പിലേക്ക് ചെന്നിട്ട് അപ്പാ ഇതാ മകനാ ഞാൻ, മകളാ ഞാൻ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അപ്പന്റെ അവകാശം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അവകാശം മുഴുവനും നിനക്ക് കിട്ടും. കരങ്ങളെ യാചനയോടെ പഠിക്കണം. ഈ ദിവസം അപ്പനായ ഈശോയെ പോലെ ജീവിക്കാൻ കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ച് ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, വേദനകളിലേക്ക്, കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഈശോയെ അങ്ങയുടെ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കാൻ ഇവരെ ഈ ദിവസം സഹായിക്കണമേ. ഈ ദിവസത്തെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും അങ്ങയുടെ കൃപ ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അഭിഷേകം ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ ചൈതന്യം ഇവരിൽ നിറയട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് ദിവ്യകാരുണ്യത്താൽ സർവ്വ പീഡകളെയും, ബന്ധനങ്ങളെയും, തടസ്സങ്ങളെയും, ശാപങ്ങളെയും, ദുരിതങ്ങളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.